ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി കായ്പോളയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കായ്പോള ഉണ്ടാക്കാൻ വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കായ്പോളയാണിത്. റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഈ കായ്പോള 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കായ്പോള നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് 4 മുട്ട എടുത്തിട്ടിട്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 3 മുട്ട ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. വാനില എസൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഏലക്കാപ്പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ 2 സ്പൂണ് പാൽ ചേർത്താലും മതിയാകും. പാൽ കൂടുതലാവാൻ പാടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്ത പഴമാണ്. അപ്പോൾ നല്ല പഴുത്ത പഴമാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് സേമിയം വേവിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് ഇതിൻ്റെ മുകളിലൂടെ ചേർത്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ അതാ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ അത് പരന്ന പാത്രം ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കായ്പോള റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക, വെന്തിക്കണമൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടി കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കായ്പോള പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ കായ്പോള എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.